ഇനി നമ്മുടെ പരിപാടി എന്താണെന്നറിയോ? 2 ഫ്രിഡ്ജ് ബോക്സ് ഒന്ന് അങ്ങോട്ട് ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ. ആ സബ്സ്ക്രൈബ് ഒന്ന് അടിച്ച് സപ്പോർട്ട് ചെയ്യട്ടാ. ഈ 2 ബോക്സും ക്ലീൻ ആക്കി എടുക്കാന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയെങ്കിലും എന്തായെന്നുള്ളത് നമുക്ക് ലാസ്റ്റ് കാണാം കേട്ടോ. ഏകദേശം ഞാനൊരു 8ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് കേട്ടോ തുടങ്ങിയത് ഈ മീൻ വളർത്തൽ. ഞാനും കൂട്ടുകാരും കൂടെ ഈ ഉച്ചവരെയൊക്കെ ആയിരിക്കുമല്ലോ ആ സമയത്ത് എക്സാമും കഴിഞ്ഞ് സൈക്കിൾ എടുത്തിട്ട് ഏകദേശം ഒരു 9-10 കിലോമീറ്ററോളം ചവിട്ടിയിട്ട് പോയിട്ടാണ് മീൻ വാങ്ങിയിട്ട് വരിക. ആ സമയത്ത് ഇതൊക്കെ ഭയങ്കര ഹരം പിടിച്ചിട്ടുള്ള കാലമായിരുന്നു. അതവിടെ നിൽക്കട്ടെ കേട്ടാ. ഇതാണ് നമ്മുടെ ആദ്യത്തെ ബോക്സ്. ഇതിലേക്ക് കണ്ട ഈ ഒരു ഇല, അതിന്റെ പേര് മറന്നുപോയി. വെള്ളത്തിലാകെ നല്ല പാസാറൊക്കെ പിടിച്ച് നല്ല പച്ച കളർ ആൽഗ ഫോമായി കിടക്കുന്നില്ല കേട്ടോ. ഇതിലൊക്കെയാണ് ഈ മാവിന്റെ ഇലയും എല്ലാ ഇലയും വീണിട്ട് അത് വെള്ളത്തിന്റെ കളറൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും ഈ മീനിനുള്ള ലൈഫ് ഫുഡൊക്കെ അതിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത്. റൂബില് സൺസൈഡിൽ 2 അക്വേറിയം കിടക്കുന്നുണ്ട്. നമുക്ക് അതിനൊന്ന് റെഡിയാക്കി എടുക്കാം. ഈ മോട്ടർ കണ്ട, ഇത് ഞാൻ 9ാം ക്ലാസ്സിൽ എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയപ്പോൾ ഞാൻ വാങ്ങിയതാണ് കേട്ടോ. സാധാരണ കിട്ടാറില്ല, വീട്ടിൽ കരഞ്ഞ് കാല് പിടിച്ചിട്ട് വാങ്ങിയതാണ്. നമ്മുടെ ഈ അക്വേറിയത്തിന് ഈ മുകളിൽ ഒരു വെള്ള പാണ്ട് പോലെയായിട്ട് കിടക്കുന്നുണ്ടാവില്ല, അത് പോകാൻ വേണ്ടിയിട്ട് നാരങ്ങനീര് സോഡാപ്പൊടി ഇട്ട് തുടച്ചാൽ മതിയിട്ടാണ്. ഇവിടെയാണ് കേട്ടോ, അവിടെ ഒരു കട്ടിലിട്ടുണ്ട്. കട്ടിലിന്റെ മുകളിലാണ് നമ്മൾ അക്വേറിയം സെറ്റ് ചെയ്യാൻ. മോട്ടർ മെയിനായിട്ട് വാങ്ങി ഞാൻ 2 വലിയ ഗോൾഡ് ഫിഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. വാഴാട്ടൂല് അമ്മയാണ് ചെയ്തെങ്കിൽ ഇവിടെ അച്ഛനാണ് കേട്ടോ ചെയ്തത്. ഒരു വെട്ടി തീറ്റ മുഴുവൻ അതിന് നല്ലോണം കഴിക്കുന്നുണ്ട് പറഞ്ഞിട്ട് ഇട്ട് കൊടുത്തു. അത് എന്ത് പറയാൻ, അതിന് അത്ര ഐസ് ഉണ്ടാവുള്ളൂ. നമ്മൾ ഈ കല്ലൊക്കെ ഇട്ട് അക്വേറിയം സെറ്റ് ആക്കിയിട്ടുണ്ട്. അതൊക്കെ കുറെ കാലം പഴക്കമുള്ള കല്ലോ അക്വേറിയൊക്കെയാണ്. വാഴാട്ടൂല് കുറെ കാര്യങ്ങൾ റിലേറ്റബിൾ ആണെങ്കിൽ ഈ മീനിന്റെ കാര്യം ഒട്ടുമിക്ക ആൺകുട്ടികൾക്ക് റിലേറ്റബിൾ തന്നെ ആയിരിക്കും. പിന്നെ പ്ലാസ്റ്റിക് ചെടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ വെച്ച് കൊടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഏകദേശം ഒരു 1.5 കുടം വെള്ളത്തോളം ഈ അക്വേറിയത്തിൽ കൊള്ളും. കുറെ കല്ലുകളും ചെടികളൊക്കെ ഉണ്ടായിരുന്നാണ് എൻ്റെ കയ്യിൽ. കുറെയൊക്കെ പോയി. പിന്നെ ഈ മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ നോക്കിയിട്ടില്ല കേട്ടാ. ഇപ്പോഴാണ് അതിന്റെ ബാഗത്തെ മറ്റേ ഒട്ടിച്ച് വെക്കുന്നതൊക്കെ പോയിട്ട് ഞാൻ വേറെ എന്തൊക്കെ വെച്ചത്. സംഭവം സക്സസ് ആണ് കേട്ടാ. അത് ഓടുന്നുണ്ട്. പിന്നെ ഈ ഓക്സിജൻ മാത്രമായിട്ടുള്ള സാധനം ഉണ്ടല്ലോ, അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതെന്റെ മേൽക്കൂരയാണ്. അതിന്റെ 2 ഭാഗം പൊട്ടിയിട്ടുണ്ട്, കഴുകി വെച്ചതാണ്. പിന്നെ നമ്മൾ ഓരോ മീനുകളായിട്ട് പിടിക്കാൻ തുടങ്ങിയിട്ടാ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഓടുന്നുള്ള വെളിച്ചം തട്ടിയിട്ടേ വെള്ളത്തിന്റെ കളറാണെങ്കിൽ ഏകദേശം പച്ചയോ കറുപ്പോ ഒക്കെ ആയി. അതുകൊണ്ട് പിടിക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു. പിന്നെ കുറച്ചൊക്കെ ഞാൻ പിടിച്ചെടുത്തിട്ട് ബാക്കി എന്നെ വിട്ടു. ഇതിലിട്ട് വളർത്തുമ്പോഴേ പ്രത്യേകിച്ച് തീറ്റൊന്നും വേണ്ട. ഈ 2 ഫ്രിഡ്ജ് ബോക്സിലെയും വെള്ളം മാറ്റി പറഞ്ഞാൽ ചില്ലറ പണിയില്ല കേട്ടോ. അത്യാവശ്യം നല്ല പണിയുള്ള കാര്യം. കാരണം ഒരു ബോക്സിൽ തന്നെ 15 കുടം വെള്ളം കൊള്ളും. അങ്ങനെ 30 കുടം വെള്ളം ഇതിന് തന്നെ വേണ്ടി. വേനലൊന്നും കഴിഞ്ഞ് കിട്ടണ്ടേ. കിണറ്റിലാണെങ്കിൽ വെള്ളം താഴ്ന്നു. പിന്നെ കോരി ഒഴിക്കാനുള്ള മടി കൊണ്ടും ഞാനത് അക്വേറിയത്തിലേക്ക് തന്നെ സെറ്റ് ചെയ്ത്. നമ്മൾ ഈ ഓരോ പിടിച്ച മീനുകളുണ്ടല്ലോ അത് ഈ നെറ്റിലാക്കിയിട്ട് മെല്ലെ മെല്ലെ വിട്ടുവിട്ടാം. ലാസ്റ്റ് ആയിട്ട് ഒരു 4-5 ജോഡി വാങ്ങി വിട്ടതായിരുന്നു ഫ്രിഡ്ജ് ബോക്സിൽ. പിന്നെ അത് പെറ്റുവരുകി പലതരം കളറൊക്കെ ആയിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞാൽ ഈ മീനുകൾക്ക് വളരാൻ ഇഷ്ടം അക്വേറിയത്തിനെക്കാട്ടിലും ഫ്രിഡ്ജ് ബോക്സിൽ തന്നെയാണ് കേട്ടോ. അതിലാണെങ്കിൽ കുറേ നീന്തി കളിക്കാൻ സ്ഥലമൊക്കെ ഉണ്ടല്ലോ. ഇതിൽ കുറേയൊക്കെ മീനുകളെ ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ. അതൊന്നാമത് അതിലാണെന്നൊന്നും കാണില്ലല്ലോ. കുറേ ചെടികളൊക്കെ അതിൻ്റെ ഉള്ളിലുള്ളത് കാരണം ഇത് വളരാനും അടിപൊളിയായി. ഈ മീനുകളൊക്കെ ആദ്യമായിട്ട് കാണുന്ന പോലെ എന്നുള്ള ഒരു കൗതുകത്തിൽ തന്നെയായിരുന്നു കേട്ടോ. ഞാൻ കുറേ നേരം നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഞാൻ സാധാരണ ഗപ്പികൾക്ക് കൊടുക്കാറുള്ള ഫീഡ്. ഈ അക്വേറിയത്തിന്റെ മേൽക്കൂര ഉണ്ടല്ലോ അതിനങ്ങോട്ട് വെച്ച് കൊടുത്തു കേട്ടോ. അത് ഈ സൈഡ് പൊട്ടിയത് കാരണം പിന്നെ അത് എങ്ങനെയൊക്കെയോ വെച്ചിട്ട് ഒട്ടിച്ചൊക്കെ വെച്ച് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്.